ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടുഡേ ബ്ലോഗിന് എല്ലാവർക്കും സ്വാഗതം. എന്തറിയോ, ഇത് നല്ലൊരു ടിപ്സായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്തറിയോ, നെല്ലിക്കായ് ജ്യൂസ്. നെല്ലിക്കായ് എന്ന് പറഞ്ഞെങ്കിൽ അറിയാതെ ആൾക്കാരില്ലല്ലോ. എല്ലാ നാട്ടിലും എല്ലാ സമയത്തും. ഇപ്പോൾ പണ്ടെല്ലാം നെല്ലിക്കായ്ക്കുന്നൊരു സീസൺ ഉണ്ടായി. ഇപ്പോൾ എല്ലാ സമയത്തും നെല്ലിക്കായ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 3-4 ഒരു നെല്ലിക്കായ് എടുക്കൂ. അതിനെ പാങ്ങല കയറ്റി നിങ്ങൾക്ക് വേണ രീതിയിൽ തന്നെ കട്ടാക്കിക്കോളൂ. ചെറുതായിട്ട് കട്ടാക്കുക, വലുതായിട്ട് കട്ടാക്കുക, എങ്ങനെ വേണം കട്ടാക്കുക. ഇതിപ്പോൾ അതിന് പാല കയറ്റെടുക്കണം. എന്തെങ്കിലും റോഡ് സൈഡിൽ ഈ വണ്ടിയിലെല്ലാം ഉണ്ടെന്നല്ലേ. അപ്പോൾ ഫ്രഷ് നെല്ലിക്കായ് നോക്കിയിട്ട് എടുക്കണം. നെല്ലിക്കായിൽ ചില നെല്ലിക്കായിലെല്ലാം കലാലെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ അത് എടുക്കാതെ ഒരു എത്ര വേണം നിങ്ങൾക്കൊരു 1/2 കിലോ കൊടുന്നെങ്കിൽ 4-5 ദിവസം എത്തിക്കുക. അപ്പോൾ പിന്നെ ഇപ്പോൾ കയറ്റെടുത്ത പിന്നെ ഞങ്ങൾക്ക് വേണ അളവിൽ കട്ടാക്കിയിട്ട് എടുക്കണം. കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഈ നെല്ലിക്കായ് ജ്യൂസ് ആക്കുമ്പോൾ ചില ആൾക്ക് നെല്ലിക്കായ് ജ്യൂസ് കുടിക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ 2 ഏലക്ക ഇടുക, ഒരു ചെറിയൊരു പീസ് വേണമെങ്കിൽ മാത്രം ഒരു ചെറിയ പീസ് വെല്ലം ഇടുക, ഇല്ലെങ്കിൽ കുറച്ച് തേനെങ്കിലും ഇടുക. അപ്പോൾ അത് വേണ്ട ആൾക്കാർക്ക് മാത്രം. ഇപ്പോൾ ഞാൻ അങ്ങനെ എന്തില്ലത് അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നത്. ഇത് ഭയങ്കര ഹെൽത്തിനെല്ലാം ഭയങ്കര നല്ലത്. അതല്ല, ഞങ്ങൾ തണാറുണ്ടല്ലോ, തണാറിന് നല്ലത്, സ്കിന്നിന് പിന്നെ നമ്പർ 1. അങ്ങനെ ഒരു 4 നെല്ലിക്കതിൻ്റെ ജ്യൂസ് മതിയാവും ഒരിക്കൽ കുടിക്കുമ്പോൾ. നിങ്ങൾക്ക് എത്ര വേണം, ചില ആൾക്ക് സ്ട്രോങ് വേണമെന്ന്, ചില ആൾക്ക് ലൈറ്റായിട്ട് വേണം. ലൈറ്റാണെങ്കിൽ ആ വെള്ളത്തിന് അതുപോലെ ചേർക്കും. ഞാനിവിടെ മീഡിയം ഗ്ലാസ്സിൻ്റെ 1 ഗ്ലാസ്സിൽ വെള്ളം കൂട്ടുന്നുണ്ട് എന്നറിയാം. എനിക്ക് മീഡിയമും അല്ല സ്ട്രോങ്ങും അല്ല, അങ്ങനെ വേണം ജ്യൂസ്. അപ്പോൾ ഇതിനിപ്പോൾ ജ്യൂസ് അടിച്ചിട്ടായി പിന്നെ അതിൻ്റെ ഇതെല്ലാം എടുത്ത് ജ്യൂസ് മാത്രം കുടിക്കണോ. ഇന്നലെ പാങ്ങൽ പിഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ല ജ്യൂസ് കിട്ടുന്നല്ലേ. അപ്പോൾ ഇത് രാവിലെ എണിച്ച് വെറും വയറ്റിൽ കുടിച്ചത് നല്ലത്, ഭയങ്കര നല്ലത്. വയറ് ക്ലീൻ ആവാനും നല്ലത്, സ്കിന്നിന് എല്ലാത്തിനും നല്ലത്. കുടിക്കുന്നത് കാലി വയറ്റിൽ കുടിക്കും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് എടുത്താൽ മതി. ഞങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന ജ്യൂസെല്ലാം അത്ര ഫ്രഷ് ജ്യൂസല്ലല്ലോ ഇത്. ചില ആൾ പുറത്തുനിന്നെല്ലാം കൊണ്ടുവന്ന് ആയുർവേദിക് ഷോപ്പ് നല്ല മടിച്ച് ആൾക്കാരല്ലോ. അപ്പോൾ വീട്ടിലേ ഇത് ഉണ്ടാക്കിയിട്ട് വീട്ടിലേ കുടിച്ചോളൂ. അങ്ങനെ ഇതിൻ്റെ വലിയൊരു പഠിക്കേണ്ട സംഗതിയും അല്ല. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.